വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് സമരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്ന് കയ്യൂർ സമരവും അടുത്തത് മൊറാഴ സമരവുമാണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്. നാളെ മുതൽ നമ്മുടെ ചാനലില് 100 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഓടുകൂടി നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. 100 ദിവസം കൊണ്ട് PSC പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന് വേണ്ടിയിട്ടുള്ള ഫുൾ സിലബസ് കംപ്ലീറ്റ് ആക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷനും ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ഭംഗിയായിട്ട് 100 റാങ്കിനുള്ളിൽ ഇടം നേടാൻ പാകത്തിനൊരു എന്താ പറയാ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ താല്പര്യമുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ക്ലാസ് ഫീസ് ഒന്നും ഇല്ല, നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നാലോ എന്ന് നമുക്ക്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കയ്യൂർ സമരത്തെ കുറിച്ചാണ്. നമ്മൾ PSC പരീക്ഷകളിൽ ധാരാളം കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത് കയ്യൂർ സമരം എന്ന് പറഞ്ഞാൽ. കേട്ടിട്ടില്ലേ കയ്യൂർ സമരത്തെ കുറിച്ച്? കയ്യൂർ എവിടെയാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കയ്യൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലമാണ്. എവിടത്തെയാണ്? കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലമാണ് കയ്യൂർ എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഏത് താലൂക്കിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്ദുർഗ് താലൂക്കിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. ഈ കയ്യൂർ സമരം നടന്നത് ഒരു നദീ തീരത്താണ്. ആ നദിയുടെ പേര് ഇതാണ്, കാര്യംകോട് നദി. എന്താണ്? കാര്യംകോട്. അപ്പൊ കയ്യൂർ സമരം നടന്നത് കാര്യംകോട് നദീ തീരത്ത് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ്. അപ്പൊ കയ്യൂർ സമരത്തെ കുറിച്ചാ പഠിക്കണേ. കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിലാണ് നടന്നത്. കാര്യംകോട് നദിയുടെ തീരത്തായിട്ടാണ് നടന്നത്. ഈ കാര്യംകോട് നദിയെ നമ്മൾ തേജസ്വിനി നദി എന്നും കൂടി വിളിക്കുന്നുണ്ട്. കാര്യംകോട് നദിയുടെ പേരെന്താണ്? തേജസ്വിനി എന്നൊരു അപരനാമുണ്ട്. ഇങ്ങനെ തേജസ്വിനി എന്ന് പറയുന്ന അപരനാമം ഈ കാര്യംകോട് നദിക്ക് കൊടുത്തത് ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് നിരഞ്ജന എന്നാണ്. നിരഞ്ജന എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ് ഈ പേര് നൽകിയത്. അദ്ദേഹം ഒരു കന്നഡ സാഹിത്യകാരനാണ് എന്നും കൂടി ഓർത്തു വയ്ക്കാം. അപ്പൊ കയ്യൂർ സമരത്തെ കുറിച്ചാ പഠിച്ചത്. കയ്യൂർ സമരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കയ്യൂർ സമരം എവിടെയാ നടന്നതെന്ന് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിൽ കാര്യംകോട് നദീ തീരത്ത് നടന്ന സമരത്തെയാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. തേജസ്വിനി എന്ന് പറയുന്നത് കാര്യംകോട് നദിയുടെ വേറൊരു പേരാണ്. തേജസ്വിനി നദി എന്ന കാര്യംകോട് നദിക്ക് പേര് നൽകിയത് നിരഞ്ജന എന്ന് പറയുന്ന കന്നഡ സാഹിത്യകാരനാണ്. എന്നാണ് കയ്യൂർ സമരം നടന്നത്? 1941 മാർച്ച് മാസം 28 കയ്യൂർ സമരം നടന്നത്. 1941 മാർച്ച് മാസം 28. ആരാണ് ഈ സമരം നടത്തിയത്? കയ്യൂരിലെ കർഷക സംഘങ്ങൾ നടത്തിയ സമരമാണ്. കയ്യൂരിലെ കർഷക സംഘങ്ങൾ നടത്തി. എന്തിനെതിരെ നടത്തി? അതായത് ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണ്. എന്താണ്? ജന്മിത്വത്തിന് എതിരെ നടത്തിയ സമരമാണ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ 1941 മാർച്ച് 28 കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരത്തെ കയ്യൂർ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു. കയ്യൂർ സമരം നടന്ന നദീതീരം കാര്യംകോട് നദി. കാര്യംകോട് നദിയുടെ അപരനാമം തേജസ്വിനി നദി. കാര്യംകോട് നദിയെ തേജസ്വിനി നദി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി നിരഞ്ജന. അദ്ദേഹം ഒരു കന്നഡ സാഹിത്യകാരനാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അപ്പോ ഇനി അടുത്തത് നമ്മൾ കയ്യൂർ സമരം ഉണ്ടായി എന്ന് പറഞ്ഞു. ആ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ധാരാളം ലാത്തി ചാർജ് കാര്യങ്ങൾ ഉണ്ടായി. കുറെ പേരെ തൂക്കിലേറ്റി. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇതിലത്തെ നേതാക്കള് ആരെയൊക്കെ തൂക്കിലേറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കണം. കയ്യൂർ സമരത്തില് ഏർപ്പെട്ടതിനെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട വ്യക്തികളാണ്. ഒന്ന്, പള്ളിക്കൽ അബൂബക്കർ. ആരാണ്? പള്ളിക്കൽ അബൂബക്കർ. കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. പള്ളിക്കൽ അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തെ തൂക്കിലേറ്റി ട്ടോ. പള്ളിക്കൽ അബൂബക്കർ ഉണ്ടായിരുന്നു. അടുത്തത് മഠത്തിൽ അപ്പു. ആരാണ്? മഠത്തിൽ അപ്പു. പള്ളിക്കൽ അബൂബക്കർ, മഠത്തിൽ അപ്പു. അടുത്ത ആള് മഠത്തിൽ അപ്പു. ക്ലിയർ ആയില്ലേ? അടുത്തത് കോയിത്താട്ടിൽ ചിരുകണ്ഠൻ. കോയിത്താട്ടിൽ ചിരുകണ്ഠൻ. കോയിത്താട്ടിൽ ചിരുകണ്ഠൻ ട്ടോ. കോയിത്താട്ടിൽ ചിരുകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ആരൊക്കെയാണെന്നൊന്നും കൂടെ പറഞ്ഞേ. പള്ളിക്കൽ അബൂബക്കർ. ആരാണ്? പള്ളിക്കൽ അബൂബക്കർ, മഠത്തിൽ അപ്പു, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ. ക്ലിയർ ആയില്ലേ? ഇനി ഒരാളും കൂടി ഉണ്ട്, പൊടോര കുഞ്ഞമ്പു നായർ. ആരാണ്? പൊടോര ട്ടോ.
പൊടോര, പൊടോര കുഞ്ഞമ്പു നായർ. പേരൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ഓപ്ഷൻ തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്, ആവശ്യമുണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട്. അപ്പൊ പൊടോരു കുഞ്ഞമ്പു നായർ, പൊടോര കുഞ്ഞമ്പു നായർ. ക്ലിയർ ആയില്ലേ? ഇനി ഇത് കൂടാണ്ട് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര്, അറസ്റ്റിലായ വ്യക്തി വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. ആരാണ്? ചൂരിക്കാടനാണ് കേട്ടോ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. ഈ ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ അറസ്റ്റ് ചെയ്തപ്പോ അദ്ദേഹത്തിന് പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രായപൂർത്തിയാവാത്ത ആളെ വധശിക്ഷയ്ക്ക് വിധിക്കാനും ജയിലിലടയ്ക്കാനും ഒന്നും പറ്റില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി അദ്ദേഹത്തെ എങ്ങോട്ട് പറഞ്ഞുവിടാണ് ഉണ്ടായത്? ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ആൾക്കാര്, ഈ 5 ആൾക്കാരും ഇതിലെ പ്രധാനികളായിരുന്നു. അതായത് കാസർഗോഡ് ജില്ലയിൽ നടന്ന കയ്യൂർ സമരത്തിലെ പള്ളിക്കൽ അബൂബക്കർ ആയാലും മഠത്തിൽ അപ്പു ആയാലും, പള്ളിക്കൽ അബൂബക്കർ, മഠത്തിൽ അപ്പു, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, അതുപോലെ പൊടോര കുഞ്ഞമ്പു നായർ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 4 പേരെ, ആദ്യം പറഞ്ഞ 4 പേരെ നമ്മൾ വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ആളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാനോ ജയിലിൽ അടയ്ക്കാനോ ഒന്നും പറ്റില്ലേ, കാരണം അദ്ദേഹം പ്രായപൂർത്തിയാവാത്ത വ്യക്തിയായിരുന്നു ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. അതുകൊണ്ട് അദ്ദേഹത്തെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. ഈ കയ്യൂർ സമരത്തെ തുടർന്ന് ഈ 4 പേരെയും തൂക്കിലേറ്റിയത് ഏതാണ് വർഷം? 1943 മാർച്ച് 29-നാണ്. കണ്ട, 1941 മാർച്ച് 28-നല്ലേ നമ്മുടെ കയ്യൂർ സമരം നടന്നത്. 43 മാർച്ച് 29-ന് ഇവരെ എന്ത് ചെയ്തു എന്നാ പറയണത്? ഈ 4 പേരെയും തൂക്കിലേറ്റി എന്ന് മനസ്സിലാക്കുക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പേരാ പറയാ? കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? നമ്മുടെ EK നായനാരാണ്. അപ്പൊ EK നായനാര് കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? EK നായനാരാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഈ കയ്യൂർ സമരത്തെ തുടർന്ന് ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് മീനമാസത്തിലെ സൂര്യൻ എന്നാണ്. എന്താണ്? മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെനിൻ രാജേന്ദ്രനാണ്. അപ്പൊ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് കയ്യൂരും കരിവെള്ളൂരും, ഒരു കൃതിയുടെ പേരാണ്. എന്താണ്? കയ്യൂരും കരിവെള്ളൂരും. കയ്യൂരും കരിവെള്ളൂരും എന്ന് പറയുന്നത് ഒരു കൃതിയാണ്. അപ്പൊ കയ്യൂർ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും എന്ന് പറയുന്നത്. ആ കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ AV കുഞ്ഞമ്പു ആണ്. ആരാണ്? AV കുഞ്ഞമ്പു. അപ്പൊ AV കുഞ്ഞമ്പു എന്ന് പറയുന്ന വ്യക്തി കയ്യൂർ സമരത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് കയ്യൂരും ആരാണ്? എന്താ പറയുന്നത്? കരിവെള്ളൂരും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയാണ് എന്താ പറയുന്നത്? കയ്യൂരും കരിവെള്ളൂരും എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ AV കുഞ്ഞമ്പു എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? നമ്മുടെ കയ്യൂർ സമരത്തെ കുറിച്ച്. അപ്പൊ കയ്യൂർ സമരം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം മലബാറിലെ കർഷകരുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഏതെന്ന് പറയണ്ടെങ്കിൽ കയ്യൂർ സമരം. മലബാറിലെ കർഷകർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പാലക്കാട് തൊട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അതിനെ മലബാർ എന്ന പേരിലാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നൊക്കെ കേരള ഫാക്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കയ്യൂർ സമരം ശരിക്കും പറയുകയാണെങ്കിൽ മലബാറിലെ കർഷകരുടെ പോരാട്ടത്തിന് ഒരു ഉദാഹരണമാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ എന്താ പറയുന്നത് കുറച്ച് കർഷക സംഘങ്ങള് ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരത്തെ കയ്യൂർ സമരം നമുക്ക് വിശേഷിപ്പിക്കാം. 1941 മാർച്ച് 28-നാണ് ഇത് നടന്നത്. കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് നദീ തീരത്താണ്. കാര്യങ്കോട് നദിയുടെ മറ്റൊരു പേര് എന്താണ്? തേജസ്വിനി നദി എന്നാണ്. തേജസ്വിനി നദി എന്ന് ആ കാര്യങ്കോട് നദിയെ വിശേഷിപ്പിച്ചത് നിരഞ്ജന എന്ന് പറയുന്ന കന്നഡ സാഹിത്യകാരനാണ്. പള്ളിക്കൽ അബൂബക്കർ, മഠത്തിൽ അപ്പു, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പൊടോര കുഞ്ഞമ്പു നായർ തുടങ്ങിയവർ ഈ നമ്മുടെ കയ്യൂർ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തൂക്കിലേറ്റപ്പെട്ട വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കുക. അവരെ തൂക്കിലേറ്റിയ വർഷം 1943 മാർച്ച് 29-നാണ്. എന്നാൽ നമ്മള് ഒരാള് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ വേറൊരാളും കൂടി ഇതിന്റെ നേതാക്കളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് ജയിലിലടയ്ക്കാനോ തൂക്കിലേറ്റാനോ സാധിച്ചില്ല. അദ്ദേഹത്തെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞുവിടുക ചെയ്തത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയുടെ പേര് EK
കെ നായനാർ എന്നാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് കയ്യൂരും കരിവള്ളൂരും എന്ന് പറയുന്ന കൃതി രചിച്ചു AK കുഞ്ഞമ്പു. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു ആര്? ലെനിൻ രാജേന്ദ്രൻ. ഇത്രയും കാര്യങ്ങൾ കയ്യൂർ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്തത് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്നൊരു നോവലും കൂടെ രചിച്ചിട്ടുണ്ട്. ചിരസ്മരണ എന്താണ്? ചിരസ്മരണ, ചിരസ്മരണ ട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ചിരസ്മരണ എന്ന് പറയുന്നത് ഒരു നോവലാണ്. അത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിരഞ്ജന. നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജനയാണ്. ആരാണ്? നിരഞ്ജന. അപ്പൊ ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. ഇതും കൂടി ഓർത്തു വയ്ക്കുക. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജനയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സമരം കൂടി ഉണ്ട്. ആ സമരത്തിന്റെ പേര് മൊറാഴ സമരം എന്നാണ്. കുറച്ചു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മൊറാഴ സമരത്തെ കുറിച്ച് പഠിക്കാൻ. എന്നാണ് മൊറാഴ സമരം നടന്നത് എന്നൊന്ന് ഓർത്തു വെക്കുക. മൊറാഴ സമരം 1940 നടന്ന സമരമാണ്. മൊറാഴ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. മൊറാഴ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. സമരം നടന്ന വർഷം 1940 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം. കേരളത്തില് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? മൊറാഴ സമരത്തെയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൊറാഴ സമരം നടന്നത്? അതായത് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദനമുറകൾക്കുമെതിരെ, എന്താണ്? മർദ്ദനമുറകൾക്കുമെതിരെ, രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദനമുറകൾക്കും എതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ വിളിക്കുന്ന പേരാണ് മൊറാഴ സമരം. അപ്പൊ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷുകാരുടെ മർദ്ദനമുറകൾക്കുമെതിരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ 1940 എവിടെ നടന്നു? കണ്ണൂർ ജില്ലയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് KPR ഗോപാലൻ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലനാണ്. ഈ KPR ഗോപാലന് വധശിക്ഷയ്ക്ക് വിധിച്ചു എങ്കിലും വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടുകയുണ്ടായി ഇദ്ദേഹം. അങ്ങനെ ഇളവ് നേടാൻ കാരണമായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം ആരാണ്? മൊറാഴ സമരത്തിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട KPR ഗോപാലന് വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചു എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വധശിക്ഷയ്ക്കൊക്കെ വിധിക്കാൻ കാരണമുണ്ട്. അതായത് ഈ മൊറാഴ സമരത്തെ തുടർന്ന് കുറേയധികം പോലീസുകാരൊക്കെ കൊല്ലപ്പെട്ടു. അപ്പൊ പോലീസുകാർ ആരൊക്കെയാണ് കൊല്ലപ്പെട്ട പോലീസുകാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുണ്ട്. KM കൃഷ്ണൻകുട്ടി മേനോൻ. അപ്പൊ KM കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന KM കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഒരു പോലീസുകാരനായിരുന്നു. ആ പോലീസുകാരൻ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ രാമൻ എന്ന് പറയുന്ന പോലീസുകാരൻ, ഈ 2 പോലീസുകാർ കൊല്ലപ്പെട്ടാണ് മൊറാഴ സമരത്തെ തുടർന്ന് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ 1940 കണ്ണൂർ ജില്ലയിൽ നടന്ന സമരത്തെ മൊറാഴ സമരം എന്ന് വിളിക്കുന്നു. എന്താണ് ഈ മൊറാഴ സമരം നടക്കാൻ കാരണം? രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണിത്. ഈ എന്താ പറയാ, മൊറാഴ സമരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലനാണ്. ഈ പ്രധാനപ്പെട്ടത് ഒന്ന്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന സമരം, അത് പ്രധാനമാണ്. മൊറാഴ സമരം 40 കണ്ണൂർ ജില്ലാ പ്രധാനമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട KPR ഗോപാലൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ KPR ഗോപാലന് വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണക്കാരായിട്ടുള്ള വ്യക്തി ഗാന്ധിജിയാണ്. ഇവിടെ മൊറാഴ ഈ സമരത്തില് എന്താ പറയുന്നത്, കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? KM കൃഷ്ണൻകുട്ടി മേനോനും രാമനുമാണ്. അപ്പൊ ഇന്ന് ഇത്രയാണ് 2 സമരങ്ങളാണ് നമ്മൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചത്? കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മുതൽ നമ്മൾ 3 ക്ലാസ്സുകളാണ് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ LGSന് വേണ്ടിയിട്ട്. ഒന്ന് 2:58 നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം 5:59 ലാസ്റ്റ് ഗ്രേഡിന്
വേണ്ടി പ്രത്യേകമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ വൈകിട്ട് ടോപ്പിക് വൈസ് തന്നെ ഓരോ ദിവസങ്ങളും ടോപ്പിക്കായിട്ട് നമ്മൾ ഒന്നുകിൽ സയൻസോ അല്ലെങ്കിൽ എന്താ മാത്സോ അങ്ങനെ ഏതെങ്കിലും ക്ലാസ്സുകൾ ടോപ്പിക്കായിട്ട് നമ്മൾ അതും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.